70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശം അത് അങ്ങേ അറ്റത്താണ് എന്ന് നമുക്ക് പറയാം. എന്തായാലും ആലപ്പുഴ അതിന്റെ ആവേശത്തിലേക്ക് കടക്കുമ്പോൾ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വള്ളംകളി ഓളപ്പരപ്പിൽ തീപാറുന്ന ആ മത്സരം കാണാൻ ഞാൻ ആദ്യമായി എത്തുന്നു എന്നുള്ള ആവേശം എനിക്കുമുണ്ട്. ന്യൂസ് 18 പ്രേക്ഷകർക്കായി ഇവിടെ നിന്നുള്ള ഓരോ നിമിഷവും ഞങ്ങൾ ഇനി പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എനിക്കൊപ്പം ആലപ്പുഴയുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർ ശരണ്യ സ്നേഹൻ കൂടി ചേരുകയാണ്. ശരണ്യ, എന്താണ് അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണ് ഞങ്ങൾ വള്ളംകളി ആദ്യമായിട്ട് കാണുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇവിടെ വന്നപ്പോ അതിങ്ങനെ കയറി വരുന്നു. എന്താണ് ഒന്ന് പറഞ്ഞു തരുന്നത്? അശ്വതി, ഈ 3000-ലധികം ആളുകൾ ഒരുമിച്ച് ഒരു മത്സരം കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതായത് ഒരു ഫൈനൽ മത്സരത്തിൽ 300 ആളുകൾ പങ്കെടുക്കുക. ഇല്ല, അതും കണ്ടിട്ടില്ല. അതാണ് ഞങ്ങളുടെ വള്ളംകളിയുടെ പ്രത്യേകത. അതായത് വേറെ ലോകത്ത് എവിടെയും കാണാനാവാത്ത വിധം ആവേശം നിറയ്ക്കുന്ന അതിമനോഹരമായ മത്സരം എന്നാണ്. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് റിപ്പോർട്ടറിനപ്പുറത്തേക്ക് ഞാൻ ആലപ്പുഴക്കാരിയാണ്. അപ്പോ ഞങ്ങളുടെ വള്ളംകളി മാറ്റിവെച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ വയനാട് എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് വള്ളംകളി എന്നൊക്കെ പറയുന്നത് കുട്ടനാടിന്റെ അതിജീവനത്തിന്റെ ഒരു ആഘോഷം കൂടിയാണ്. കൊയ്ത്തൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന കുട്ടനാടൻ തൊഴിലാളികളുടെ ഒക്കെ ഒരു ആവേശം, അതാത് കരകളുടെ ഒരു അഭിമാന പോരാട്ടം കൂടിയാണ് വള്ളംകളി. അപ്പൊ ഈ ഞാൻ പറയുന്ന ഈ ചൂട് നല്ല ചൂട് നിൽക്കുകയാണ്. ചൂട് അങ്ങോട്ട് കൂടുവോ കുറച്ചുകൂടെ കഴിയുമ്പോ? തീ പാറും എന്നൊക്കെ പറയുന്ന അക്ഷരാർത്ഥത്തിലാവും. ഇതൊന്നും അല്ല. ഇതിപ്പോ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഒഴുകി ഒഴുകി വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇനി ഒരു കടലാകും ഇവിടെ. എങ്ങനെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം? ആദ്യം നമുക്കൊരു ഐശ്വര്യമായിട്ട് ഒരു വഞ്ചിപ്പാട്ട് ടീമിനെ കാണാം. ചേച്ചിമാര് കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ എന്ത് വള്ളംകളി, അതാണ് വഞ്ചിപ്പാട്ടില്ലാതെ വള്ളംകളിയില്ല. അതിന്റെ ഒരു ആവേശം ഭയങ്കരമാണ്. അത് മാത്രമല്ല, കുട്ടനാട്ടിൽ നിന്ന് കുറച്ച് ചേച്ചിമാര് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവര് കാണുമ്പോ തന്നെ ആഗ്രഹമുണ്ട്. ഞാനൊരു ആർപ്പോ വിളിച്ച ഇറോ വിളിക്കോ? ആർപ്പോ അടിപൊളി. അതെ, അപ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇവര് വഞ്ചിപ്പാട്ടിന് ഇവര് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഏത് കരയുന്നുള്ള ആൾക്കാരാണ് ഞങ്ങള്. കുട്ടനാട് ഇത് തന്നെ രാമങ്കരി, പല സ്ഥലങ്ങളിലുള്ള രാമങ്കരി, നെടുമുടി, കൈനകരി, പല മേഖലയുള്ള ആൾക്കാരാണ്. വള്ളം നിങ്ങളുടെ വള്ളം ഏതാ? ഞങ്ങളുടെ വെള്ളം, ഞങ്ങൾക്ക് അങ്ങനെ പക്ഷമൊന്നുമില്ല. ഏത് വെള്ളം ജയിക്കുന്നത്, എല്ലാ വെള്ളവും മത്സരമാകുമ്പോൾ ഒരു വെള്ളം ജയിക്കത്തുള്ളൂ അല്ലേ? ആരെങ്കിലും ഒരു ടീമേ ജയിക്കത്തുള്ളൂ. അപ്പൊ ഈ സമയത്ത് കുട്ടനാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാന്നൊക്കെ പറയുന്നത് ശരിയാണ്? ശത്രുക്കളൊന്നുമല്ല, അവരെ ഞങ്ങളുടെ വെള്ളം ജയിക്കണം എന്നുള്ളൊരു ആവേശം. അപ്പൊ ഒരു വെള്ളം ഉണ്ട്. ഏതാണോ വെള്ളം? ഞങ്ങള് ഏത് PVC ഉണ്ട്, UVC ഉണ്ട്. അപ്പോ താല്പര്യം. അതായത് ഒരു ഗ്രൂപ്പില് ഒന്നിച്ച് പാടുമെങ്കിലും വ്യത്യസ്ത ടീമുകളുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ കരിച്ചാൽ ഇത്തവണ തീ പാറോ? കരിച്ചാൽ തീർച്ചയായിട്ടും. എല്ലാവരുടെയും വീട്ടിലൊക്കെ നമ്മൾ കുട്ടനാട്ടുകാരാകുമ്പോ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ഉത്സവം പോലെയാ വള്ളംകളി. നിങ്ങളുടെ വീട്ടിലൊക്കെ ഗസ്റ്റുകളൊക്കെ വന്നായിരുന്നോ? ഈ ഭക്ഷണവും ഒരു തയ്യാറെടുപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. അത് നമ്മള് ഇപ്പം വള്ളംകളിയോടനുബന്ധിച്ച് വരുമ്പോഴേക്കും നമ്മുടെ ഗസ്റ്റുകളൊക്കെ വീട്ടിൽ വരും. അന്നേരപ്പോഴേക്കും നമ്മൾ ഭക്ഷണം തീർച്ചയായിട്ടും. ഓണത്തിനേക്കാൾ ഒരു ഉത്സവമാണ് ഓണം. കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഓണം. ആക്ച്വലി ഞങ്ങൾക്ക് ഓണം കഴിയുമ്പോ അല്ല ഓണം, ഓണത്തിന്റെ വരവറിയിക്കുന്നതാണ് വള്ളംകളി. അതായത് ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് ഈ വള്ളംകളി ആലപ്പുഴയിൽ നടക്കുന്നത്. ഇത് നമ്മളിപ്പോ സാധാ വള്ളംകളി എന്ന് പറഞ്ഞാൽ പോലും അതൊരു എന്താ പറയുക, രാജ്യത്തിന് പുറത്ത് പോലും അത്തരത്തിൽ ടൂറിസത്തിൽ വളരെ അധികം എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ടൂറിസം രംഗത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വള്ളംകളി. ശരണ്യ ആദ്യം പറഞ്ഞപ്പോ ഞാൻ വിചാരിക്കണം, ഞാൻ ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എത്ര പേരെ അത് ബാധിച്ചേനെ ഇത് നടന്നില്ലായിരുന്നെങ്കിൽ എന്നുള്ള നിങ്ങളുടെ ആ ഒരു സങ്കടം ആയി പോയവർ നമുക്കിത് നടക്കുമോ അല്ല എന്നുള്ളൊരു രീതിയില്. ഇപ്പോഴാണ് നമുക്ക് ശരിക്കും എന്താ പറയാ സന്തോഷം കൊണ്ട് അശ്വതിക്കാണ് ഭയങ്കര ആഗ്രഹം ആർപ്പോ വിളിച്ച് തന്നെ തുടങ്ങണമെന്ന്. അപ്പൊ ഈ ടീമിന്റെ കൂടെ ഞാൻ അശ്വതി തന്നെ ആർപ്പോ വിളിക്കാൻ വിട്ടുകൊടുക്കുവാണ്. അപ്പൊ ഒന്ന് ചേച്ചി നിങ്ങൾ കുറച്ചൊന്ന് ഞങ്ങൾക്ക് വേണ്ടി പാടുമോ? ഓക്കെ. അപ്പൊ നിങ്ങളൊന്ന് ടീമൊന്ന് സെറ്റായി നിൽക്കുവാണെങ്കിൽ ഒന്ന്. ഓക്കെ. അപ്പൊ അശ്വതി തന്നെ ആർപ്പോ വിളിച്ചു കൊടുത്തവർക്ക് ഇനിയും വീണ്ടും ആർപ്പോ ഞങ്ങള് ആർപ്പിടാം. ആർപ്പോ ഏഴു രണ്ടു ലഘുവാഴി ആയ തമ്പൂരാനത്രേ
ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എന്തായാലും അടിപൊളിയായിട്ട് ഇന്നത്തെ ദിവസം കേട്ടോ. ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. അപ്പൊ ഇവരുടെ പേരൊന്ന് പറഞ്ഞാണോ, കാരണം ഇത്രയും നല്ല പെർഫോമൻസ് കാണിച്ചിട്ട് നിങ്ങളുടെ പേര് പറഞ്ഞു. പേര് രേഖ, എന്റെ പേര് ഗിരിജ, ശാലിനി, വത്സലാൽ കുമാർ, ഗിരിജ, അതുല്യ, ഒന്ന് പറഞ്ഞിട്ട് പോ, വാ പേര് പറഞ്ഞിട്ട് പോ. സുജാത സുധാകരൻ, ഓക്കെ പറഞ്ഞു ചേച്ചി. സുശീല രവികുമാർ, സർലമ്മ സോമൻ. എന്തായാലും ഞങ്ങളുടെ കുട്ടനാടൻ കരുത്ത് നമ്മുടെ ക്യാപ്റ്റനാണ് ഓമന രാഘവൻ. പിന്നെ ഒരാളും കൂടെ ഉണ്ട്. ചേച്ചി ഇങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ അല്ലേ? ഓമൻ ചേച്ചി ഇല്ല, ഞങ്ങൾ പാടത്തില്ലെന്നൊക്കെ പറഞ്ഞ കേട്ടോ. ഓമൻ ചേച്ചി ഞങ്ങൾ പിന്നെ നിർബന്ധിച്ച് പാടിച്ചതാ. ഞങ്ങളുടെ ക്യാപ്റ്റനാണ് ഓമന രാഘവനാണ്. ഞങ്ങളിവിടെ പിടിച്ചു നിർത്തിയതാണ്. പിന്നെ ഞങ്ങളെ വിഷമിപ്പിക്കണ്ട, പിന്നെ അശ്വതിനെ വിഷമിപ്പിക്കണ്ട എന്ന് പറഞ്ഞാൽ അവര് പാടിയിട്ട് പോവാണ്. അശ്വതിക്ക് സന്തോഷമായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്തായാലും വള്ളംകളി നിങ്ങൾ സമ്മതി ചെയ്താ പുള്ളേറെങ്കുമാ അതില്ലേ പുള്ളേറെങ്കുമാ അതില്ലേ പുള്ളേറെങ്കുമാ അതിലേ പുള്ളേറെങ്കുമാ അതിലേ പുള്ളേറെങ്കുമാ അതിലേ ഡാൻസ് കളിക്കാൻ തോന്നുന്നു. പുള്ളേറെങ്കുമാ അതിലേ പുള്ളേറെങ്കുമാ താനാനെ താനാനെ തനെ താനാനെ താനാ താനാനെ താനാനെ തനെ താനാനെ താനാനെ. എന്തായാലും അടിച്ചു പൊളിക്കുക. എല്ലാരും വള്ളംകളി കഴിഞ്ഞല്ലേ പോവുള്ളൂ. അപ്പൊ നമുക്ക് വൈകുന്നേരം ആരെ തകർക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും അവർ തകർത്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ആശ്വതിക്ക് എന്തായാലും ഞങ്ങളുടെ ഒരു ഓളവും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. ഓളം കാണാൻ പോകുന്നുള്ളൂ, ഇതൊരു തുടക്കമായിട്ട്. താങ്ക് യു ചേച്ചി, താങ്ക് യു. അപ്പൊ ശരണ്യ ഗംഭീരം തുടക്കം ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കൺഫ്യൂഷൻ ഇല്ലായിരുന്നോ ഈ വള്ളംകളി എങ്ങനെയാണ് അറിയത്തില്ല. അപ്പൊ റിപ്പോർട്ടിങ്ങിലേക്ക് പോകുമ്പോഴത്തേക്കും ശരിക്കും എനിക്ക് ഭയങ്കര സംശയം ഉണ്ട്. ക്ലബ്ബുകളുടെ കാര്യം എല്ലാം മൊത്തത്തിൽ പഠിക്കണമല്ലോ. നമ്മളിങ്ങനെ പഠിച്ചു വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. പക്ഷെ ഈ ഓളത്തിൽ ഞാൻ എല്ലാം മറന്നുപോയിട്ടായിരുന്നു. ഇതാണ്, അതായത് ഗാലറിയാണ് അശ്വതി ഇതിന്റെ ഏറ്റവും വലിയ ആവേശം. അതായത് ആലപ്പുഴക്കാരൊന്നും അല്ല വരുന്നത് മുഴുവൻ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. പിന്നെ ഇതൊരു സ്പിരിറ്റ് ആണ് കേട്ടോ. അവരുടെ ഒരു സർക്കാർ എന്തായാലും അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, ഇപ്പൊ വയനാട് നമുക്കറിയാം, വയനാട്ടിലെ മനുഷ്യരുടെ ദുഃഖങ്ങൾ അറിയാം. പക്ഷേ അതിജീവനത്തിലേക്ക് നമ്മളെല്ലാരും പോകേണ്ടതുണ്ട് അല്ലേ? അത് തീർച്ചയായിട്ടും അതിജീവനത്തിലേക്ക് പോകേണ്ടത്, മുന്നോട്ട് പോവുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഈ പവലിയൻ ഇങ്ങനൊന്നും അല്ല ഇനി, അല്ലെ അങ്ങോട്ടങ്ങോട്ട് ഓരോ സമയം കഴിയുന്നവരും ഇങ്ങനെ ആള് തിരക്ക് കൂടി വരും. ആളെ കാണുന്നില്ല എന്നുള്ള വിഷമില്ലായിരുന്നു. അവര് 10 പേരെ കണ്ടപ്പോ മതിയായില്ലേ? സത്യം. അപ്പൊ എന്തായാലും പ്രായഭേദമന്യേ അത് എൻജോയ് ചെയ്യാനായിട്ട് ഇവിടെ എത്തുന്നവരുടെ കൂടെ ഞങ്ങളും ഉണ്ടാകും അവസാനം വരെ. അതെ. അപ്പൊ ന്യൂസ് ഏജൻസി സംഘം നിങ്ങളുടെ കൂടെ ഈ വള്ളംകളിയുടെ എല്ലാ ആവേശങ്ങളും പങ്കുവെച്ചുകൊണ്ട് വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാകും. എന്തായാലും തീ പറന്ന പോരാട്ടത്തിൽ ആരാണ് വിജയിക്കുന്നതെന്ന് അതിന്റെ എല്ലാ ആവശ്യത്തോടും കൂടി നിങ്ങളോട് ഞങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കും. ആലപ്പുഴയിൽ നിന്ന് ഞങ്ങളുടെ ക്യാമറാമാൻമാരായ പ്രശാന്ത് മംഗലശ്ശേരിക്കും ഷിജു ചവറയ്ക്കും ഒപ്പം അശ്വതിയും ശരണ്യ സ്നേഹജനും.